മെല്ലെ മെല്ലെ പോലെ എന്താ പടച്ചോനപ്പത് നന്നാക്കിയും കുടുങ്ങിയല്ലത്. പൊന്നാര ചങ്ങമാരെ അങ്ങോട്ട് നോക്കാണെങ്കിൽ നിങ്ങൾ വണ്ടികളൊക്കെ പോണ പോക്ക് 3 മാസം എടുത്ത് കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇതിന് പൊളിച്ച് കജ്ജിക്കട്ട് തന്നു. വേറെ എവിടെയല്ല നമ്മളെ വണ്ടൂർ വെള്ളാമ്പുറം പാലാമാട റോഡിന്റെ കോലപ്പയി കാണുന്നത്. അങ്ങോട്ട് നോക്കാണെങ്കിൽ കൂട്ടരങ്ങൾ കോലം ആകപ്പാടെ കുലാവി കാഴ്ച മാരിയാക്കിയത്. പിന്നെ ഇപ്പൊ ഇതുകൊണ്ടുള്ള ഒരു മെച്ചപ്പം എന്താ നിങ്ങൾക്ക് അറിയോ? 5ന്റെ പൈസ അല്ലാതെ ഇന്റർനാഷണൽ ലൈസൻസിനുള്ള ടെസ്റ്റ് ചെയ്ത് കൂടെ വന്നാൽ നമ്മളെ നാട്ടിൽ തന്നെ നിങ്ങൾക്ക് എടുക്കാം. അത് എല്ലാ വണ്ടിക്കിലും കിട്ടും. ഇന്ന അക്കം ഇന്ന അസരമൊന്നുമില്ല. എല്ലാ അക്കവും അസരത്തിന്റെ ഉള്ളിലുണ്ട്. നിക്ക് വേറൊരു പാട്ടുണ്ട്. പിന്നെ ഇനി ഒക്കെപ്പാടെ നമ്മളെ നെറുന്നാലേക്ക് പാഞ്ഞാടാൻ നിൽക്കണ്ട. അവിടെ നാട്ടുകാരൊരു ബോർഡും ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അതന്നെ ഇപ്പൊ നമുക്കും പറയല്ലേ. നാടിന്റെ വികസനത്തിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, ബാക്കി നമുക്ക് നാട്ടുകാരോട് തന്നെ ചോദിച്ചു നോക്കാം. പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏകദേശം കഴിഞ്ഞ 10 വർഷക്കാലം ദുരിതം അനുഭവിച്ചിട്ടാണ് ഏകദേശം പഞ്ചായത്തും MLA കൂടിയും കൂടി 35 ലക്ഷം രൂപ അനുവദിച്ചത്. ഈ നാട്ടിലെ ജനങ്ങളുടെ നിരന്തര ആവശ്യമായിരുന്നു ആ റോഡ് നന്നാക്കൽ. വാണിയമ്പലത്ത് റെയിൽവേ ബ്ലോക്ക് അടക്കം ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ പോകുന്ന ഒരു പ്രദേശമാണിത്. ഈ റോഡിൻ്റെ അവസ്ഥ, ടാറിട്ട് കഴിഞ്ഞ ഏകദേശം ഒരു 1.5 മാസം മുമ്പ് ടാറിങ് പണി കഴിഞ്ഞ് ഏകദേശം ഒരു മഴ പെയ്തപ്പോഴേക്കും റോഡ് വളരെയധികം അശാസ്ത്രീയമായി പണിയെടുത്തത് കൊണ്ട്, ടാറില്ലാതെ പണിയെടുത്തത് കൊണ്ട് റോഡ് വളരെ കുഴിയായി. മുൻപത്തേക്കാൾ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ അതിലെ യാത്ര ചെയ്യാൻ. ഒരുപാട് ആളുകൾ യാത്ര ചെയ്യുന്ന റോഡാണ്. 900 കുട്ടികളോളം സയ്യ കോളേജിലുണ്ട്, അവർ പോകുന്നതാണ്. ഇപ്പോൾ അപകടങ്ങൾ പോലും സംഭവിക്കുന്ന രൂപത്തിലേക്കാണ് റോഡിൻ്റെ അവസ്ഥ വളരെ മോശമായിട്ടുള്ളത്. ഈ നാട്ടുകാരൊക്കെ പ്രക്ഷോഭത്തിന് ഇറങ്ങുകയാണ് ഇതിൻ്റെ അനാസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട്. കോൺട്രാക്ട് 35 ലക്ഷം രൂപ നിങ്ങൾക്കറിയാം, കടത്തി വെച്ചാൽ പോലും ഈ റോഡിന് അത്രയും ഫണ്ട് വേണ്ട. അത്ര പൈസ ഇതുമൊക്കെ അടച്ചിട്ട് ഈ റോഡ് ഇത്രയും അശാസ്ത്രീയമായി നിർമ്മിച്ച കോൺട്രാക്ടർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം. ഇതിനെതിരെ ഒരു അന്വേഷണം തന്നെ സർക്കാർ പഞ്ചായത്ത് തലത്തിൽ പ്രഖ്യാപിക്കണം. ഇതുപോലെ ഇനി ഒരു റോഡും പണിയെടുക്കാനുള്ള അവസരം ഒരു കോൺട്രാക്ടർമാർക്കും ഉണ്ടാകരുത് എന്നാണ് ഈ റോഡുമായി വിഷയത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. ഞാനിവിടെ ഒരു ഓട്ടോ ഡ്രൈവറാണ്. നമ്മളിപ്പോൾ ഇവിടെ വാഹനം ഓടിക്കാൻ വേണ്ടിയിട്ട് റോഡിൽ പോകുമ്പോൾ പാലാമടം കൊയ്യക്കര ഭാഗത്തുള്ള ആളാണ് ഞാൻ. ഓട്ടോ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഈ റോഡ് പഴയ റോഡിൻ്റെക്കാളും ദുരിതാവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒന്ന് നന്നാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പല ആൾക്കാരോടും പറഞ്ഞിട്ടും ഒന്നും ക്ലിയർ ആയിട്ടില്ല. ഈ മഴക്കാലം വന്നതോടുകൂടി ആകെ തകർന്ന് കിടക്കുകയാണ്. ആകെ 30 രൂപേൻ്റെ ഓട്ടോക്കെ കിട്ടുക. അതിന് വണ്ടിക്ക് അതിൽ ഏറെ കൂടുതൽ ചിലവാണ്. ആദ്യം ഇതേമാർക്ക് തന്നെ നന്നാക്കി കഴിഞ്ഞപ്പോൾ അതിൽ കൂടുതലായി. ഇതൊന്ന് നന്നാക്കാൻ വേണ്ടിയിട്ട് വേണ്ട അധികാരികൾ അതിലേക്ക് മുന്നിട്ടിറങ്ങണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.